ആലപ്പുഴ ഒറ്റപ്പനയിലെ വയോധികയുടെ കൊലപാതകത്തിൽ 2 പേർ കൂടി കസ്റ്റഡിയിലായിരിക്കുന്നു. തൃക്കുന്നപ്പുഴ സ്വദേശി സൈനുൽ അബ്ദീൻ എന്ന കുഞ്ഞുമോനും ഭാര്യ അനീഷയുമാണ് കസ്റ്റഡിയിലുള്ളത്. കൊലപാതകം നടന്ന 17-ന് ഇരുവരും വയോധികയുടെ വീട്ടിലെത്തിയിരുന്നതായി കണ്ടെത്തൽ. കേസിൽ പ്രദേശത്തെ പള്ളി ജീവനക്കാരൻ അബൂബക്കർ ഇന്നലെ അറസ്റ്റിലായിരുന്നു. പിടിയിലായവർക്ക് വയോധികയോട് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ശരണ്യ സ്നേഹജൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശരണ്യ, എന്താണ് ഈ കേസിലെ അന്വേഷണ നീക്കം? ഇത് വലിയൊരു ട്വിസ്റ്റാണ് ഈ കേസിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് അബൂബക്കർ എന്ന വ്യക്തിയെ കഴിഞ്ഞ ഞായറാഴ്ച ചേർത്തല ഒറ്റപ്പനയിൽ മരിച്ച നിലയിൽ വീട്ടിൽ കണ്ടെത്തിയ സ്ത്രീയുടെ മരണം കൊലപാതകമാണെന്ന നിഗമനത്തിൽ അബൂബക്കർ എന്ന വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഇയാള് അന്വേഷണ സംഘത്തോട് താൻ മരിച്ച സ്ത്രീയുമായി വയോധികയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും തനിക്ക് അബദ്ധം സംഭവിച്ചതാണ് എന്നുള്ള രീതിയിൽ ഇയാൾ അന്വേഷണ സംഘത്തോട് വിശദീകരിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പൂർത്തീകരിക്കുകയും ചെയ്തു. അതിനിടയിലാണ് ഈ അബൂബക്കറിൽ നിന്ന് തന്നെ കിട്ടിയ ചില ലീഡുകളുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു ട്വിസ്റ്റ് കൂടി കേസിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് ഈ വയോധിക മരണപ്പെട്ട ദിവസം അബൂബക്കർ വീട്ടിലെത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇവർക്ക് ശാരീരികമായ ചില അസ്വസ്ഥതകളുണ്ടായ സമയത്ത് ഇയാൾ വെള്ളം കൊടുക്കുന്ന ഘട്ടത്തിൽ ഇവര് കട്ടിലേക്ക് കമഴ്ന്ന് വീഴുകയും ചെയ്തു എന്നടക്കമുള്ള മൊഴി നൽകി. തനിക്കൊരു അബദ്ധം പറ്റി എന്നുള്ള രീതിയിൽ അബൂബക്കർ പറഞ്ഞു എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. തുടർന്നാണ് ഈ കേസിൽ അബൂബക്കറിനെ അറസ്റ്റ് ചെയ്യുകയും ഇന്നലെ അമ്പലപ്പുഴ ഡിവൈഎസ്പി മാധ്യമങ്ങളെ കാണുകയും ഇത് കൊലപാതക കേസാണ്, അബൂബക്കർ അറസ്റ്റിലാണ്, അയാൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇന്നലെ വൈകിട്ടോടുകൂടി മറ്റൊരു ട്വിസ്റ്റ് കേസിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ കൊല്ലപ്പെട്ടു എന്ന് കരുതുന്ന സ്ത്രീയുടെ വയോധികയുടെ വീട്ടിൽ 2 സമയങ്ങളിലായി 2 കൂട്ടർ ആളുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, ഈ അബൂബക്കർ എന്ന് പറഞ്ഞ വ്യക്തി ആദ്യം എത്തുന്നു. അത് കഴിഞ്ഞ് ഇവരുടെ വീടിന്റെ പിൻഭാഗത്ത് പിന്നിൽ ഇതിനു മുമ്പ് താമസിച്ചിരുന്ന സൈനുൽ അബ്ദീൻ എന്ന ആളും അയാളുടെ ഭാര്യ അനീഷയുമാണ് അവിടെ എത്തിയത് എന്നുള്ളത് അന്വേഷണ സംഘം വീണ്ടും കണ്ടെത്തി എന്നുള്ളതാണ്. അതായത് അനീഷയും ഒപ്പം തന്നെ ഈ സൈനുൽ അബ്ദീനും അവിടെ എത്തുന്ന സമയത്ത് അവരും ഇത് കൊല്ലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അന്വേഷണ സംഘത്തിന് സ്ഥിരീകരണം കൊടുക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇവർ കട്ടിലിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. തങ്ങൾക്ക് മോഷണശ്രമം ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ അതിനേക്കാൾ ഉപരി ഈ മരിച്ച വയോധികയോട് വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. കാരണം പരസ്യമായി ഒരിക്കൽ ഇവർ അമ്പലപ്പുഴയിൽ താമസിച്ചിരുന്ന സമയത്ത് ഇവരുടെ ഈ മരിച്ച സ്ത്രീയുടെ വീടിന്റെ പിൻഭാഗത്താണ് താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഇവരെ അപമാനിക്കുന്ന രീതിയിൽ ഈ മരിച്ച സ്ത്രീ സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ വൈരാഗ്യം ഉണ്ടായിരുന്നു. ആലപ്പുഴ ഒറ്റപ്പനയിലെ വയോധികയുടെ കൊലപാതകത്തിലാണ് സുപ്രധാന നീക്കമുണ്ടാവുന്നത്. തൃക്കുന്നപ്പുഴ സ്വദേശിയാണ് അറസ്റ്റിലായിരിക്കുന്നത്. കൊലപാതകം നടന്ന 17-ന് ഇരുവരും ആ വീട്ടിലെത്തി. പിടിയിലായവർക്ക് വയോധികയോട് മുൻ വൈരാഗ്യമുണ്ടായിരുന്നു എന്ന കണ്ടെത്തലാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആലപ്പുഴ ഒറ്റപ്പനയിലെ ഈ കൊലപാതകത്തിൽ സുപ്രധാനമായ നീക്കമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ നാളുകളിലായി നടക്കുന്ന അന്വേഷണത്തിനൊടുവിലാണ് ഈ കണ്ടെത്തലിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. തൃക്കുന്നപ്പുഴ സ്വദേശി സൈനുൽ അബ്ദീൻ എന്ന കുഞ്ഞുമോനും ഭാര്യ അനീഷയുമാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. കൊലപാതകം നടന്ന 17-ന് ഇരുവരും വയോധികയുടെ വീട്ടിലെത്തിയിരുന്നതായി കണ്ടെത്തലുണ്ടാവുന്നു. കേസിൽ പ്രദേശത്തെ പള്ളി ജീവനക്കാരൻ അബൂബക്കർ ഇന്നലെ അറസ്റ്റിലായിരുന്നു. ശരണ്യ തുടരാം. എന്തായാലും ഈ കേസിൽ വലിയൊരു ട്വിസ്റ്റാണല്ലോ ഉണ്ടാവുന്നത്. പോലീസ് കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് തന്നെയാണോ പോയത്? അതെ, ക്ഷമിക്കണം, നേരത്തെ ഒരു സാങ്കേതികമായ തടസ്സം അനുഭവപ്പെട്ടിരുന്നു. എന്തായാലും ഇതാണ് സംഭവം. അതായത് ഒരു വലിയ ട്വിസ്റ്റ് തന്നെ ആ കേസിലുണ്ടാവുന്നു. 2 കൂട്ടരും സമ്മതിക്കുകയാണ് തങ്ങളാണ് കൊലപ്പെടുത്തിയത് 2 പേരും പറയുന്നു എന്നുള്ളതാണ്. ഇതിൽ ആരാണ് ഇതിനകത്ത് ചെയ്തത് എന്നുള്ളത് ഒരു കൺക്ലൂഷനിലേക്ക് അന്വേഷണ സംഘത്തിന് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം അബൂബക്കർ പറയുന്നു താൻ അവിടെ എത്തിയിരുന്നു, അവിടെ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ച് അയാൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ സ്ത്രീ ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുകയും അവരവിടെ ശ്വാസം മുട്ടൽ അടക്കമുള്ള ബുദ്ധിമുട്ടൽ അവർക്ക് അനുഭവപ്പെട്ട ഘട്ടത്തിൽ ഇവർ വെള്ളം കൊടുത്ത ശേഷം ഇവര് കട്ടിലേക്ക് കമഴ്ന്ന് വീഴുകയായിരുന്നു എന്നാണ് അബൂബക്കർ വിചാരിക്കുന്നത്. ആ സമയത്ത് ഈ വയോധിക മരണപ്പെട്ടു എന്നുള്ള ആണ് അദ്ദേഹം നൽകുന്നത്. തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നുള്ള രീതിയിൽ മൊഴി നൽകുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ്. അവിടെ പിന്നീട് പരിസരവുമായി ഫോൺ കേന്ദ്രീകരിച്ചും ഒക്കെ ചേർന്ന് നടന്ന അന്വേഷണത്തിൽ ഇന്നലെ വൈകിട്ടാണ് അമ്പലപ്പുഴ ഡിവൈഎസ്പി ഇത് സ്ഥിരീകരിക്കുന്നത്.
അതിനുശേഷം വീണ്ടും ഈ രണ്ടുപേര് കൂടി പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അത് ഈ നേരത്തെ തന്നെ മരിച്ച സ്ത്രീയുടെ അയൽവാസിയായിരുന്ന സൈനുലാബ്ദീൻ, ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്. ഇയാളും ഇപ്പോൾ തൃക്കുന്നപ്പുഴയിലാണ് താമസിക്കുന്നതെന്ന് പറയുന്നു. ഇയാളും ഇയാളുടെ ഭാര്യയുമാണ് അനീഷ എന്ന് പറഞ്ഞ സ്ത്രീയും ആ വീട്ടിലെത്തിയെന്ന് അവരും സ്ഥിരീകരിച്ചു. മാത്രമല്ല ആ വീടിന്റെ നമുക്ക് ആദ്യം ഈ കൊലപാതകം ആദ്യം ഇവർ മരിച്ചു കിടന്ന വീട്ടില് മുളക് പൊടി അടക്കമുള്ള കാര്യങ്ങൾ വിതറിയിട്ടുണ്ടായിരുന്നു താഴത്ത്. അതായത് കേസിലാണെങ്കിൽ ഇപ്പോൾ പോലീസ് നായ്ക്കടക്കം അതിനകത്ത് പണം പിടിക്കുന്നത് ഉൾപ്പെടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് അന്വേഷണ സംഘത്തിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു തെളിവ് നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ ഇവരുടെ ഭാഗത്തുണ്ട്. അത് അവരാണ് ചെയ്തതെന്ന് അവർ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇവരും കൊലപ്പെടുത്തിയെന്ന് സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ആര് ഇത് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിയാത്ത. രണ്ട് കൂട്ടരും സമ്മതിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും ആലപ്പുഴ ഒറ്റപ്പനയിലെ ഈ വയോധികയുടെ കൊലപാതകത്തിൽ സുപ്രധാനമായ നീക്കത്തിലാണ് അന്വേഷണ സംഘം. കാസർഗോഡ്